മാളൂസ് മാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ ജോണി. നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നവരാണല്ലോ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ കുമ്മായം ചേർക്കേണ്ട അത്യാവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാനോ ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ കക്ക നീറ്റ് കുമ്മായം ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നീറ്റ് കക്ക. ഇത് 10 കിലോയുടെ ഒരു പാക്കറ്റാണ്. ഇവിടെ 10 കിലോയ്ക്ക് 180 രൂപ ഇവിടെ സൊസൈറ്റി. ഇപ്പം നമ്മൾ വളക്കടയിൽ നിന്നൊക്കെ മേടിക്കും ശാലോടെ ചിലപ്പോൾ കൂടുമായിരിക്കും. ഇപ്പം 1 കിലോയ്ക്ക് ഒരു 18 രൂപ വരും. അപ്പം ഞാനിത് നീറ്റുന്നത് ഇതേപോലെ ഒരു മൺചട്ടിക്കകത്താണ്. നമ്മൾ ആവശ്യത്തിന് ഞാൻ കുറച്ചൊക്കെ നീറ്റിയെടുക്കും. കൂടുതലും ഉണ്ടെങ്കിൽ ഞാൻ നിലത്തിട്ട് നീറ്റിയെടുക്കും. കാരണം നമുക്ക് ഈ മണ്ണിൽ തന്നെ നിലം വൃത്തിയാക്കിയിട്ടിട്ട് തറയിലൊക്കെ ഇട്ട് തറ കേടായിപ്പോവും. അപ്പം ഈ ചട്ടിക്കകത്തോട്ട് കുറച്ചെടുക്കാം. ഈ ചട്ടിക്കകത്തൊരു 3/4 പാത്രത്തിന് താഴെ എടുത്താൽ അല്ലെങ്കിൽ ഇത് നീറി വരുമ്പം കവിഞ്ഞു പോവും. അപ്പോൾ നമുക്കൊരു 3/4 പാത്രത്തിന് താഴെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കക്ക നീറ്റുമ്പോഴും കുമ്മായം വാരി നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളൊരു മാസ്ക് വെക്കാൻ ഏറ്റവും നല്ല. കാരണം ഇതിന് നൈസ് പൊടിയാണ്. ഇത് മൂക്കിലേക്ക് അടിച്ച് കയറി പെട്ടെന്ന് നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകും. ഈ പൊടി അലർജി ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് വെക്കണം, മാസ്ക് വെക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ശ്വാസം മുട്ടലുണ്ട്, നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നമ്മളൊരു 3/4 പാത്രത്തിന് താഴെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം നമുക്ക് തളിക്കാവുന്ന രീതി ഒഴിച്ചു കൊടുക്കണം. നല്ല പച്ചവെള്ളം ആണെങ്കിലും മതി. പച്ചവെള്ളം ഇച്ചിരി താമസം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ശാലം തളിച്ചു കൊടുത്തിട്ടാണ്. കയ്യിലൊഴിക്കാവുന്ന രീതിയിലുള്ള ചൂട് മതി, അല്ല കണ്ടവാനും ചൂട് വേണ്ട. കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടാണ്. കൂടുതലുണ്ട് നമ്മൾ തളിച്ചു കൊടുക്കണം. ഇത് ചെറിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. കൂടുതലുണ്ടെങ്കിൽ നിലത്തിട്ടുണ്ടാക്കുന്ന നമ്മൾ തളിച്ചു കൊടുത്താൽ ആ വെള്ളം എല്ലായിടത്തും ചെല്ലത്തുള്ളൂ. ഇനിയിപ്പോൾ നീറി വന്നോളും. ഇപ്പം തന്നെ അത് പുകയാൻ തുടങ്ങി, നീറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നീര് വരുമ്പോൾ നമ്മൾ മുഖം കുറച്ചിങ്ങ് മാറ്റി പിടിക്കണം, അല്ലാതെ നേരെ നമ്മളെ മുഖത്തേക്ക് അടിക്കും. വളരെ കാലം മുമ്പൊക്കെ നമ്മുടെ മിക്ക വീടുകളിലും കുമ്മായക്കുഴി ഉണ്ടായിരുന്നു. കുമ്മായക്കുഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകളൊക്കെ അതിലൊക്കെ ചുമരുകളിലൊക്കെ ഈ വെള്ളം അടിക്കാൻ വേണ്ടി അന്ന് കക്ക നീറ്റിയ കുമ്മായ എടുത്താണ് അന്ന്. അത് കുഴച്ച നീലമൊക്കെ ചേർത്താണ് അന്ന് ചുമരിൽ അടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ആരും അങ്ങനെ ചെയ്യുന്നതായിട്ടൊന്നും നമുക്കറിയത്തില്ല. കാരണം എന്നാ വെച്ചാൽ ഇപ്പം ബൈസ്മെൻ്റാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പം വേണ്ടത് നാണ്ട് നീറുന്നുണ്ട്, കണ്ടോ, നീറി വരുന്നുണ്ട്, നല്ല പുകയുണ്ട്. ഇപ്പം തന്നെ പാത്രം നിറഞ്ഞു വരിക, കണ്ടോ. അപ്പോൾ നമ്മൾ ആ 3/4 പാത്രം എടുത്തിട്ട് പോലും 3/4 പാത്രം താഴെ എടുത്തിട്ട് പോലും, കണ്ടോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കൂടുതൽ ഒരു പാത്രത്തിൽ ഇതിപ്പം ചെറിയ പാത്രം, നമ്മൾ ഇച്ചിരി വലിയ പാത്രം എടുത്താലും മൺചട്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ അലുമിനിയം പാത്രമോ ഒന്നും ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അത് എല്ലാം ഉരുകിപ്പോവും. മൺചട്ടിക്കകത്തോ അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിലത്തിട്ട് കൂട്ടിയെടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ സിമെൻറ്റ് ഒക്കെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ചട്ടിയിൽ, സിമെൻറ്റ് ഈ പരിക്കും കോരാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചട്ടി, അതിൻ്റെ അകത്ത് കൂട്ടിയെടുക്കാൻ നല്ലതാണ്. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അല്ല. ഇപ്പം കുമ്മായായി തുടങ്ങിയുണ്ടോ. ഇടയ്ക്ക് വല്ല ഒരു കക്കയൊക്കെ ചിലപ്പം നീറാതിരിക്കും. അത് നമ്മൾ തിരുമ്മിയാലങ്ങ് പൊടിഞ്ഞോളൂ. അത് പൊടിഞ്ഞിരിക്കുന്നതായിരിക്കും. ഉണ്ട്, ഇത് ഒരു കക്ക കിടക്കുന്നുണ്ട്. അങ്ങനെ ചിലത് ഇടയ്ക്കൊക്കെ വരും. അത് സാരമില്ല, അത് നമ്മൾ കൈക്ക് തിരുമ്പി പിടിക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിഞ്ഞോളൂ. ഇപ്പം തന്നെ അത് കുമ്മായായി. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തിട്ട്, ഇപ്പം നമ്മൾ ചട്ടിക്ക് ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. നമ്മൾ പെട്ടെന്ന് ചട്ടിയെ കയറി പിടിക്കരുത്. നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മളിത് ഏതെങ്കിലും പാത്രത്തിൽ, ഒരു ചാക്കിൻ്റെ അകത്തൊക്കെ ഏതെങ്കിലും കൂടിൻ്റെ അകത്ത് നമുക്ക് മാറ്റി ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ചട്ടി തണുത്തിട്ട്. ഇപ്പോൾ നമുക്ക് 1 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണിലേക്ക് കുമ്മായിട്ട് ഇളക്കി ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ 1 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ നീറ്റി വെച്ചിരുന്ന കക്ക നീറ്റി വെച്ച കുമ്മായാണ്. മറ്റേ നമ്മൾ മുമ്പേ നീറ്റിയത് ചൂടാണ്, അത് കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ട് തണുത്താണ്. ഇപ്പോൾ നമുക്ക് 1 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണിലേക്ക് ഒരു 40 ഗ്രാം കുമ്മായാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ സ്പൂൺ കണ്ടോ, ഇതേപോലെ ഒരു സ്പൂണാണ് 1.5 സ്പൂൺ എടുക്കണം. ഇത് അത്ര വലുതല്ല. ഇതിനെക്കുറിച്ച് വലിപ്പമുള്ള സ്പൂണാണ്, ഒറ്റ സ്പൂൺ എടുത്തേച്ചാൽ മതി. അപ്പം നമുക്ക് ഇടത്തരമായതുകൊണ്ട് ഇതുകൊണ്ട് ഒരു 1.5 സ്പൂൺ ഇടാം. ഒരു 1/2 സ്പൂൺ കൂടെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടുക. നമ്മൾക്ക് നനഞ്ഞ മണ്ണ് വേണം.
അന്നേരം കണ്ടാലും കുഴഞ്ഞത് വേണ്ട, ഒരു നനവുള്ള മണ്ണ് അളന്നാലേ ഈ കുമ്മായം എല്ലായിടത്തും ചേർന്ന് പിടിക്കത്തുള്ളൂ. അപ്പം ഇപ്പം മഴയുള്ള അവസരമായതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും തളിക്കണം. അല്ല ഉണങ്ങിയ മണ്ണാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇടുക. എന്നിട്ട് നനയാതെ എവിടെയെങ്കിലും മൂടിയിടുക. ഒരു ചാക്കിട്ട് മൂടിയിട്ടേച്ചാൽ മതി. ഒരു 10 മുതൽ 15 ദിവസം വരെയാണ് നമ്മൾ കുമ്മായം മണ്ണുമായിട്ട് കൂട്ടിയിട്ട് ഇളക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് അത് ഗ്രോബായി നിറച്ചിട്ട് വളമായിട്ട് നിറച്ച് നമുക്ക് വിത്ത് പാവുകയോ ചെടി നടുകയൊക്കെ ചെയ്യാം. 15 ദിവസം ഇട്ടേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 10 ദിവസം ഇട്ടാലും മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇച്ചിരി മണ്ണിന് ഇച്ചിരി നനവ് കൂടുതലുണ്ട്, മഴയൊക്കെ നനഞ്ഞ് കിടന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കുക. പിന്നെ നമ്മുടെ കേരളത്തിലെ മണ്ണിന് പൊതുവേ പുളിപ്പ് കൂടുതലാണ്. നമ്മൾ ഈ പുളിപ്പ് കൂടിയ മണ്ണിലേക്ക് കുമ്മായം ഇടാതെ നമ്മൾ ചെടികൾ നടുക വിത്ത് പാവുക ചെയ്താൽ ചെടികൾക്ക് ശരിയായിട്ട് വളർച്ച കിട്ടത്തില്ല. വേരുകൾക്ക് ശരിയായിട്ട് വളവും വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കാനും കഴിയില്ല. അപ്പം ചെടികൾക്ക് കായ്ഫലമൊക്കെ കുറയും. അപ്പോൾ നമ്മൾ കുമ്മായം ഇടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കുറവ് പരിഹരിച്ച് നല്ല രീതിയിൽ ചെടികൾക്ക് തഴച്ച് വളരാൻ സഹായമാകും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നനയാതെ എവിടെയെങ്കിലും മാറ്റി ഇടുക, ചാക്കിട്ട് മൂടി ഇടുക ആണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രോബായി നിറയ്ക്കുകയോ, അല്ല നിലത്താണെങ്കിൽ നമ്മൾ മണ്ണ് നമ്മൾ നിലത്ത് നടുകയാണ് ആ തടത്തിൽ ആയിട്ട് നമ്മൾ കൊത്തിയിട്ട് ഇളക്കി ഇട്ടാൽ മതി. എന്നിട്ട് മൂടി ഇട്ടിട്ട് ആ സമയമാകുമ്പോൾ 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വിത്ത് പാവുകയോ ചെടികൾ നടുകയോ ചെയ്തേച്ചാൽ മതി. ഇനി നമുക്ക് കുമ്മായം ഉപയോഗിക്കുമ്പോൾ ചെടികൾക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊന്ന് പറയാം. മണ്ണിൽ വിഷകരമായ തോതിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ്, അലുമിനിയം എന്നിവ ഒഴിവാക്കി കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ചെടികളെ തഴച്ച് വളർത്താൻ സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും കുമ്മായിട്ട് ഇളക്കിയ മണ്ണ് വിത്ത് പോകാനും ചെടികൾ നടാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കൃഷികളൊക്കെ നന്നായിട്ട് വളർന്ന് നമുക്ക് നല്ല ആദായം കിട്ടും. പിന്നെ കക്കായ്ക്ക് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ സൊസൈറ്റിയിലൊക്കെ അടുത്തുള്ള സൊസൈറ്റികളിൽ മേടിക്കാൻ കിട്ടും, വളക്കടയിൽ മേടിക്കാൻ കിട്ടും. ഇവിടെയൊക്കെ 150 രൂപയാണ് 10 കിലോയുടെ ഒരു പാക്കറ്റിന്. 10 കിലോ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഏറെക്കാലം നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ ചെടികൾ എന്തെങ്കിലും ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ചെടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും കക്കാൻ മേടിച്ച് ഉപയോഗിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.